ഇന്നവൻ വന്ന് കാണുമോ? ഇത് എത്ര ദിവസമായി പനിയെന്നും പറഞ്ഞ് ലീവ് എടുത്തിരിക്കുന്നു. ഒരു പനിയല്ലേ, അല്ലാതെ മാരക അസുഖമൊന്നുമല്ലല്ലോ ഇത്രയും ദിവസം വീട്ടിൽ കുത്തിയിരിക്കാനായിട്ട്. ഇവൻ വന്നില്ലേ? ഇവനെന്താ ഈ വരാത്തത്? ഓ സൂര്യ, നീ എന്താ ഇത്ര നേരത്തെ? നീ ഇത്ര നേരത്തെ ഒന്നും വരാത്തതാണല്ലോ. അത് ഞാൻ ഇന്ന് നേരത്തെ എഴുന്നേറ്റു, അപ്പോൾ വിചാരിച്ചു നേരത്തെ വന്നേക്കാന്ന്. അതൊക്കെ ശരി. പക്ഷെ നീ എന്താ വന്നിട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ സ്റ്റാച്ചു പോലെ നോക്കി നിന്നേ? അത് വേറൊന്നുമല്ല, ഞാൻ വെറുതെ നിങ്ങൾ ഫുഡ് കഴിക്കുന്നതൊക്കെ ഒന്ന് നോക്കി നിന്ന് പോയതാ. എന്തിന്? എന്നിട്ട് ഞങ്ങൾക്ക് വയറിളകാനാ? എടാ മനു, നിനക്കിത് എന്തിൻ്റെ കേടാ? അവൻ്റെ ഫേസ് കണ്ടാ അറിയോ അവന് നല്ല ദേഷ്യമായിട്ടുണ്ടെന്ന്. അവന് ദേഷ്യം വന്നാൽ അറിയാലോ, നിന്നെ വലിച്ച് കീറും. അതിനു വേണ്ടി ഞാനെന്ത് പറഞ്ഞു? നീ ഒന്നും പറഞ്ഞില്ലല്ലേ? നിനക്ക് കളിയാക്കാൻ വേറെ ആരെയും കിട്ടിയില്ലേ? അവൻ്റെ സ്വഭാവം അറിയാലോ. അവന് ദേഷ്യം വന്ന ഫ്രണ്ടാണെന്നൊന്നും അവൻ നോക്കില്ല, വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കും. പിന്നെ അവിടുന്ന് വടിച്ചെടുക്കേണ്ടി വരും മോനെ. സൂര്യ, ഞാൻ വെറുതെ തമാശ പറഞ്ഞ കേട്ടോ. നീ ഇരിക്ക്, നിനക്കിഷ്ടപ്പെട്ട ബനാന മിൽക്ക് വാങ്ങി വെച്ചിട്ടുണ്ട്, ഇരിക്ക്. ഇവനെന്താ ഇത്ര നേരമായിട്ടും കാണാത്തെ? ഇവൻ ഇന്നും വരില്ലേ? ഇവനെന്താ വീട്ടിൽ അടയിരിക്കുവാണോ? സൂര്യ, നീ ഇതാരെയാ നോക്കുന്നേ? കുറേ നേരം ആയല്ലോ വെളിയിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നേ. ഞാൻ ആരെ നോക്കാൻ? ഞാൻ വെറുതെ വെളിയിലേക്ക് നോക്കിയിരുന്നേ ഉള്ളൂ. ഇവന്മാരെന്താ അബീനെക്കുറിച്ചൊന്നും സംസാരിക്കാത്ത? അവൻ വരുന്നുണ്ടോ ഇല്ലെന്ന് പോലും ആരും പറയുന്നില്ലല്ലോ. ഇപ്പം എങ്ങനെ അതൊന്നും അറിയുക? അല്ല, അബീനെ ഇത്ര നേരമായിട്ടും കാണുന്നില്ലല്ലോ. അവനിനി ഇന്ന് വരില്ലേ? ഭാഗ്യം, ഒരുത്തനെങ്കിലും ചോദിച്ചില്ല. നീ മുത്താടാ മനു. ഞാൻ വേറൊന്നും കൊണ്ട് ചോദിച്ചല്ല, അവനിനി ഇന്ന് വരുന്നില്ലെങ്കിലേ അവന് വാങ്ങി വെച്ച ഈ മീറ്റ് ബോൾസ് ഞാനെടുത്ത് കഴിച്ചോട്ടെ എന്നറിയാൻ ചോദിച്ചതാ. ഇങ്ങനൊരു തീറ്റിപ്പണ്ടാരം. എടാ മനു, അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. നിന്റെ വയറ്റിൽ എന്താ വല്ല കൊക്കാപ്പുഴുവിനെ വളർത്തുന്നുണ്ടോ? പിന്നെ ഇവിടെ മനുഷ്യനെ തന്നെ കഴിക്കാൻ ഫുഡ് തികയുന്നില്ല, പിന്നെയാണ് കൊക്കാപ്പുഴുവിനെ വളർത്താൻ പോണേ. ഒന്ന് പോടാ, ഞാൻ കഴിക്കട്ടെ. പറയാതിരിക്കാൻ വയ്യ, ഒടുക്കത്തെ ടേസ്റ്റ്. എനിക്ക് വയ്യ ഇവനെ കൊണ്ട്. ഈ മനു പറഞ്ഞ ഒരു കാര്യം ശരിയാ. അബീനെ എന്താ ഇത്ര നേരമായിട്ടും കാണാത്തെ? അവനിനി ഇന്ന് വരില്ലേ? അത് ശരിയാണല്ലോ, അവനിനി ഇന്ന് ലീവാണോ? നീള, നീ വിളിച്ചപ്പോൾ അവനിന്ന് വരുമെന്ന് തന്നെയല്ലേ പറഞ്ഞേ? വരുമെന്ന് തന്നെയാ പറഞ്ഞേ. പിന്നെ കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞായിരുന്നു, കാരണം അവൻ വീട്ടിൽ നിന്നാ ഇങ്ങോട്ടേക്ക് നേരെ വരുന്നേ. ദേ അങ്ങോട്ട് നോക്കി, വരുന്ന അബിയല്ലേ? അബി, നിന്നെ കാണാൻ നല്ല ലുക്കായിട്ടുണ്ടല്ലോടാ. ശരിയാ, ഇവനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. 2 ദിവസം വീട്ടിൽ പോയി നിന്നപ്പോഴത്തേക്കും ചെക്കനൊക്കെ മാറിപ്പോയല്ലോ. വെളുത്ത് തുടുത്ത് നല്ല ആപ്പിൾ പോലെ ഇരിക്കുന്നു. താങ്ക് യു. ഇങ്ങനാണെങ്കിൽ ഞാനും കൂടെ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ വെളുത്ത് തുടുത്ത് ഗ്ലാമർ ആകാമല്ലോ. എന്തിന്? നീ പോയാലേ കുടുംബം വെളുക്കത്തേ ഉള്ളൂ, അല്ലാതെ നീ വെളുക്കില്ല. അവൻ്റെ ഒരു തൊലിഞ്ഞ തമാശ. ഒന്ന് പോടാ തിണ്ടി. പോട്ടടാ മനു. ശരിയാ, വിഷമിക്കണ്ടടാ മനു, അവനൊരു നഗ്നസത്യം പറഞ്ഞതല്ലേ. അവൻ്റെയൊക്കെ ഒരു സത്യം. മിണ്ടാതിരുന്നില്ലെങ്കിൽ ഈ ജ്യൂസ് എടുത്ത് ഞാൻ മോന്തയ്ക്ക് ഒഴിക്കും, കേട്ടല്ലോ. ഞാനെന്തിനാ ഈ ജ്യൂസ് വെറുതെ കളയുന്നത്? അതെനിക്ക് കുടിച്ചൂടെ? നല്ല ടേസ്റ്റ്. ഈ മനുവിനെ കൊണ്ട് തോറ്റ്. ഇവർ പറയുന്ന പോലെ ഇവന് അത്ര ഭംഗിയുണ്ടോ?
ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇവനെ കാണാൻ ഇത്ര ലുക്കുണ്ടായിരുന്നോ? ഒന്നും മോശം പറയാനില്ല. നല്ല കണ്ണ്, നല്ല ചുണ്ട്, നല്ല മൂക്ക്, എല്ലാം കൊള്ളാം. ഒരു ഏഞ്ചലിനെ പോലെ ഉണ്ട് കാണാൻ. ആ അഭിയേട്ടാ. ആ എന്താ? ആ അത് എനിക്ക് അഭിയേട്ടനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് അഭിയേട്ടന് ഒത്തിരി ഇഷ്ടമാണ്. ഐ ലവ് യു. എടോ സോറി, എനിക്ക് തന്നെ ഇഷ്ടപ്പെടാൻ. അഭിയേട്ട എന്നെ ഇഷ്ടമല്ലെന്ന് മാത്രം പറയരുത് പ്ലീസ്. എടോ സോറി, താൻ എന്നെ ഒന്ന് മനസ്സിലാക്കണം. എനിക്ക് തന്നെ ഇഷ്ടപ്പെടാൻ പറ്റില്ല. അങ്ങനെ പറയല്ല അഭിയേട്ട പ്ലീസ്. എനിക്ക് അത്ര ഇഷ്ടമായണ്ട, ഞാൻ അത്ര ഇഷ്ടപ്പെട്ടു പോയി. പ്ലീസ് അഭിയേട്ട. എടോ ഞാൻ ഒരു വട്ടം പറഞ്ഞല്ലോ, തൻ്റെ ഫീലിങ്സിനെ ഞാൻ മനസ്സിലാക്കാഞ്ഞിട്ടല്ല, എനിക്ക് തന്നെ ഇഷ്ടപ്പെടാൻ പറ്റില്ല, അതാ. സോറി, താൻ ചെല്ല്. അഭിയേട്ട എന്താ എന്നെ ഇഷ്ടമല്ലാത്തതിൻ്റെ കാരണമെങ്കിലും ഒന്ന് പറയാലോ? എന്താ എന്നെ ഇഷ്ടപ്പെടാൻ പറ്റാത്ത? എടോ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തന്നെ ഇഷ്ടപ്പെടാൻ പറ്റില്ല, അത് തന്നെ കാരണം. പിന്നെ ഞാൻ ഇത്ര നേരം തന്നോട് സൗമ്യമായിട്ട് സംസാരിച്ചത് തൻ്റെ ഫീലിങ്സിനെ ഞാൻ മാനിക്കുന്നുണ്ടാണ്. ഒരാളോട് ഇഷ്ടം തോന്നുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല. അതുകൊണ്ട് മാത്രം, തൻ്റെ ഫീലിങ്സിനെ ഞാൻ മാനിക്കുന്നതുകൊണ്ട് മാത്രം പറയാം, എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്. ഇഷ്ടമാണെന്നോ? ആരായിരിക്കും? താൻ ചെല്ല്, തനിക്ക് എന്നെക്കാട്ടി നല്ലൊരാളെ കിട്ടും. പിന്നെ അഭിയേട്ട, ആ കുട്ടിയോട് എൻ്റെ അന്വേഷണം പറഞ്ഞേക്ക്. എന്തിനാടാ അഭി അതിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞേ? അത് നല്ലൊരു കൊച്ചായിരുന്നു. കോളേജിൽ എത്ര പേര് അതിൻ്റെ പുറകെ നടക്കുന്നതെന്ന് അറിയാവോ? എന്നിട്ട് അത് വന്ന് ഇഷ്ടം പറഞ്ഞതോ നിന്നോട്. എന്തു പറയാനാ, ഇവനെയൊക്കെ മൊട്ടല് വെട്ടി അടിക്കണം. മനുഷ്യനാണെങ്കിൽ ഇവിടെ ഒരു പട്ടിക്കുഞ്ഞ് പോലും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഇവൻ്റെയൊക്കെ പുറകെ എത്ര പെമ്പിള്ളാരാണ് നടക്കുന്നത്. എന്നിട്ട് വന്ന് ഇഷ്ടം പറഞ്ഞാലോ അവൻ്റെയൊക്കെ ഒടുക്കത്തെ ജാട. ഇഷ്ടമല്ല. എന്നെയൊക്കെ എപ്പോഴാണോ ഒരാൾ വന്ന് പ്രപ്പോസ് ചെയ്യുന്നത്, കൊതിയായിട്ട് വയ്യ. എടാ മനു, നിനക്ക് അത്ര കൊതിയാണെങ്കിൽ ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്യാടാ. പട്ടി, ഞാൻ അത്രക്കാരൻ നെഹിഹേ, കശ്മല, കാമപ്രാന്ത, നീ നിന്റെ മറ്റവനെ പോയി പ്രപ്പോസ് ചെയ്യടാ. മറ്റവനോട് തന്നെ പറഞ്ഞത്. അയ്യോ എനിക്ക് വയ്യ. ഇവൻ്റെ ചിരി കാണാൻ എന്ത് ഭംഗിയാ. ഞാനിതെന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടുന്നത്? കോപ്പ്. പക്ഷെ എന്നാലും ഇവൻ ആരെയായിരിക്കും ഇഷ്ടം? ഇനി ആ റിതേഷിനെ ആയിരിക്കുമോ ഇഷ്ടമാണെന്ന് പറഞ്ഞേ? അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം വിട്ടുപോയി. ആരാ അഭി, നീ സ്നേഹിക്കുന്ന ആൾ? നീ ആ പെണ്ണിൻ്റെ അടുത്ത് തട്ടി വിടുന്ന കേട്ടല്ലോ. അങ്ങനെ ഒരാളുണ്ടോ? അത് ശരിയാണല്ലോ, ഉണ്ടോ അഭി? അത് ഞാൻ നിർത്തിക്കെ മതി ക്വസ്റ്റ്യൻ ചെയ്യലും ആൻസറിങ്ങും ഒക്കെ. ക്ലാസ് തുടങ്ങാൻ ടൈമായി. ഇനിയും ലേറ്റായാലേ ക്ലാസ്സിന് വെളിയിൽ നിൽക്കേണ്ടി വരും. ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യലും ആൻസറിങ്ങും ഒക്കെ തുടങ്ങാം. എല്ലാവരും വന്നേ, ബാ. ഇവള് സമ്മതിക്കില്ലല്ലോ, കോപ്പ്. ഒന്നിനോടും ഒരു മൂഡ് തോന്നില്ലല്ലോ. ഇവനെ നോക്കുന്ന പോലും ഇല്ലല്ലോ. ഇവൻ നോക്കിയില്ല എനിക്കെന്താ? കോപ്പ്. എൻ്റെ കണ്ണെന്തിനാ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോണേ? എന്നാലും ഇവൻ ആരെയായിരിക്കും ഇഷ്ടം? ലഞ്ച് ബ്രേക്ക് ആട്ടെ, എൻ്റെ കൈ കിട്ടും, ഞാൻ ചോദിക്കുന്നുണ്ട്. ഇവനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. വാഷ്റൂമിലേക്ക് പോണതാണല്ലോ കണ്ടത്. ദേ വരുന്ന സാധനം. അബി, നീ ഒന്നവിടെ നിന്നേ. എന്താ കാര്യം? കാര്യമൊക്കെ ഞാൻ പറയാം. നീ ഫസ്റ്റ് എൻ്റെ അവിടെ നിന്ന് വന്നേ. എനിക്കിതിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്.
ഞാൻ എങ്ങോട്ടും വരുന്നുമില്ല, എനിക്ക് നിന്നോടൊന്നും പറയാനുമില്ല. നീ പോകാൻ നോക്കിക്കേ, ചെല്ല്. അബി, മര്യാദയ്ക്ക് ജാട ഇറക്കാതെ വരാൻ നോക്ക്. ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോയിരിക്കും. മര്യാദയ്ക്ക് വരാൻ നോക്ക്. സൗകര്യമില്ല എനിക്ക് വരാൻ. നീ എന്താന്ന് വെച്ചാൽ ചെയ്. കുറച്ച് ദിവസം ഞാൻ ഇല്ലാഞ്ഞപ്പോൾ നിൻ്റെ സൂക്കേട് തീർന്നെന്നാണ് ഞാൻ വിചാരിച്ചേ. സൂക്കേട് എനിക്കല്ലല്ലോ, നിനക്കല്ലേ. ഓ, നിൻ്റെ തൊലിഞ്ഞ വർത്താനം കേട്ട് നിൽക്കാൻ എനിക്ക് ടൈമില്ല. നീ മാറാൻ നോക്ക്, എനിക്ക് പോകണം. മാറിക്ക സൂര്യ. മാറിയില്ലെങ്കിൽ നീ എന്തു ചെയ്യും? നിന്നെ കൊണ്ടുപോകാൻ പറ്റുമോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സൂര്യ, അബിക്ക് നിന്നോട് വരാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞല്ലോ, പിന്നെ നീ എന്തിനാ അവനെ നിർബന്ധിക്കുന്നേ? നീ പോകാൻ നോക്കൂ സൂര്യ. അബി, വാ, നമുക്ക് പോകാം. ഓ ഡാമിറ്റ്, കൈ കിട്ടിയതായിരുന്നു. ഇവിടെ എന്തിനെ കൂട്ടി കെട്ടിയെടുത്തത്? എപ്പോഴും നിൻ്റെ കൂടെ അവൾ കാണില്ലല്ലോ അബി. എൻ്റെ കയ്യിൽ വരാതെ നീ എവിടെ പോവാനാ? ഹേ നീല, ഇങ്ങോട്ട് നോക്കി. നീല. ആ എന്താ? അതെ, ഒരു ഉമ്മ തരാമോ? എന്താ? പ്ലീസ്, ഒരെണ്ണം മതി പ്ലീസ്. ദേ പൊക്കോണം, ക്ലാസ് ആണിത്. അതിനെന്താ, ലവ് യു. ഓ, മര്യാദയ്ക്ക് മിണ്ടാതിരുന്നു, സാറ് കാണുമെന്ന്. ഉമ്മ 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 ഉമ്മ. ഇതെവിടുന്ന പല്ലിയുടെ സൗണ്ട്? വന്ന് വന്ന് പല്ലുകളൊക്കെ ക്ലാസ് റൂമിലും എത്തിയ. ഓ, ഇതിനൊക്കെ വിഷം വെച്ച് കൊല്ലണം. നില, നീ നടന്നോ, എനിക്കൊന്ന് വാഷ്റൂം വരെ പോകണം. നീ പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. പോകുന്നേക്ക് കൊള്ളാം, പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നേക്കണം കേട്ടല്ലോ. ഓ ശരി ബോഡി ഗാർഡേ. നീ എന്നെ ബോഡി ഗാർഡെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ, പക്ഷെ ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ തന്നെ കാണും. ഓ ആയിക്കോട്ടെ മാഡം. ഭംഗി നോക്കി കഴിഞ്ഞോ? ആ നീയോ? നീ എന്താ ഇവിടെ? അത് കൊള്ളാലോ, വാഷ്റൂമിലെല്ലാവരും എന്തിനാ വരുന്നേ? അതിന് തന്നെ ഞാനും വന്നേ. ആണല്ലോ, എന്നാൽ വന്ന കാര്യം ചെയ്യാൻ നോക്ക്, അല്ലാതെ മറ്റുള്ളവരുടെ വഴിക്ക് തടസ്സം നിൽക്കുമല്ല വേണ്ടത്. മാറിക്കേ അങ്ങോട്ട്, എനിക്ക് പോകണം. മാറ്. ആ, അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെ ശരിയാകുന്നേ? സൂര്യ, കൈയെടുക്ക്. കൈ എടുക്കാൻ. കൈ എടുത്തില്ലെങ്കിൽ നീ എന്തു ചെയ്യും? സൂര്യ, ഞാൻ പറഞ്ഞു നിന്നോട്, മര്യാദയ്ക്ക് എൻ്റെ കൈ വിടാൻ നോക്ക്. കൈ വിടാനല്ലേ നിന്നോട് പറഞ്ഞേ? വിട്. വിടാന്നേ. നീ ഇങ്ങനെ കിടന്ന് തിളച്ച് ആളെ കൂട്ടല്ലേ. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അത് ചോദിച്ചിട്ട് ഞാൻ വിട്ടേക്കാം. സൂര്യ, ഞാൻ രാവിലെ തന്നെ പറഞ്ഞു എനിക്ക് നിന്നോടൊന്നും പറയാനില്ലെന്ന്. നീ വഴിയിൽ നിന്ന് മറിക്കേ, എനിക്ക് പോകണം. ഓ, നീ മര്യാദയ്ക്ക് പറഞ്ഞാൽ കേൾക്കില്ലല്ലേ? നിനക്കെന്താ ഞാൻ വിളിച്ചിട്ട് വന്നാ? ഞാൻ പറയുന്ന കേട്ടാ നിനക്കെന്താ? പറ അബി. നീ വിളിച്ചെടുത്ത് വരാനും നീ പറയുന്നത് കേൾക്കാനും നമ്മൾ തമ്മിൽ എന്താ ബന്ധം? നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അതുകൊണ്ട് എനിക്ക് കേൾക്കേണ്ട ആവശ്യവും ഇല്ല. നീ മാറാൻ നോക്ക്. ആ, ബന്ധമില്ലാത്തതാണോ നിൻ്റെ പ്രശ്നം? ഞാൻ വേണമെങ്കിൽ ബന്ധം ഉണ്ടാക്കാം. നീ ഈ BL ഡ്രാമയിലൊക്കെ കണ്ടിട്ടില്ലേ, ബെഡ് ഫ്രണ്ട്സ്? അതിന് എനിക്കൊക്കെയാണ്, നിനക്കൊക്കെയാണോ? സൂര്യ, നിൻ്റെ ചെറ്റവർത്താനം കേൾക്കലല്ല എൻ്റെ പണി. നീ ഇതും പറയാം എൻ്റെ അപ്പുറം പറയാമെന്ന് എനിക്കറിയാം. അറിയാലോ. അപ്പോൾ ഇനി കേൾക്കണ്ടെങ്കിൽ ഇവിടെ അടങ്ങി നിൽക്ക്. എനിക്ക് ചോദിക്കാനുള്ള ചോദിച്ചിട്ട് ഞാൻ വിടും. അതുവരെ ഇവിടെ പിടയ്ക്കാതെ നിൽക്കുമോ? എന്താ നിനക്ക് കെട്ടിയെടുത്ത് ചോദിക്കാനുള്ളത്? ചോദിച്ച് തോല. രാവിലെ നിന്നെ ആ പെണ്ണ് വന്ന് പ്രപ്പോസ് ചെയ്തപ്പോൾ നിനക്ക് ആരെ ഇഷ്ടമാണെന്ന് നീ പറയുന്നുണ്ടായിരുന്നല്ലോ, അതാരെയാ? ആ റിതേഷാണോ അത്? അതെനിക്ക് നിന്നോട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആവശ്യമുണ്ടോ ഇല്ല എന്ന് തീരുമാനിക്കുന്നത് ഞാനാ, അല്ലാതെ നീയല്ല. അതുകൊണ്ട് നീ പറഞ്ഞിട്ട് പോയാൽ മതി. എൻ്റെ കാര്യം പറയണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാ, അല്ലാതെ നീയല്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ മനസ്സില്ല.
നീ എന്താന്ന് വെച്ചാൽ ചെയ്യ്. എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നീ പറയാൻ വിസമ്മതിക്കുന്നതിൻ്റെ കാരണം. അതായത് പറയാൻ നിനക്ക് ഒരാളല്ലായിരിക്കും ഉള്ളത്, ഒത്തിരി പേര് കാണും ലിസ്റ്റിൽ അല്ലേ? ഉണ്ടെങ്കിൽ നിനക്കെന്താ? എന്തായാലും നീ ആ ലിസ്റ്റിലില്ല. ഈ ലോകത്തിലെ എല്ലാ പുരുഷന്മാരും സ്ത്രീകളും ഇല്ലാതായി ഈ ലോകത്തിൽ നീ മാത്രം അവശേഷിച്ചാൽ പോലും ഞാൻ നിൻ്റെ പുറകെ വരില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ എൻ്റെ പുറകെ വരുത്തിക്കാം. അത് നിനക്ക് കാണണോ? ഇങ്ങോട്ട് വാടാ. സൂര്യ, എന്നെ വീട്. നിനക്ക് എന്തിൻ്റെ കേടാ? എന്തിൻ്റെ കേടാന്ന് ഞാനിപ്പോൾ നിനക്ക് കാണിച്ചു തരാം. വീട്, എനിക്ക് വേദനിക്കുന്ന ചുണ്ട്. വീട്. സൂര്യ, വീട്. എനിക്ക് വേദനിക്കുന്നു സൂര്യ. അബി, ഒരു കാര്യം എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നിൻ്റെ ആ ചുണ്ടിൻ്റെ സ്വാദേ, പഴുത്ത സ്ട്രോബെറി കഴിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ഒരു വട്ടം ആ ചുണ്ടിൻ്റെ രുചി അറിഞ്ഞവർ ആരും വിട്ടുപോകില്ല. പിന്നൊരു കാര്യം, പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ ആ ചുണ്ടൊന്ന് വാഷ് ചെയ്തിട്ട് പോ. ബ്ലീഡ് ചെയ്യുന്നുണ്ട്. എന്തിനാ സൂര്യ എന്തെങ്കിലും ദ്രോഹിക്കുന്നത്? അതിനു വേണ്ടി ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്ത്? ഞാൻ നിന്നെ അനുവാദമില്ലാതെ കിസ് ചെയ്തുകൊണ്ടാണ് നീ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം നീ ഇപ്പം എന്നെ ചെയ്തതോ? നീ എന്നെ എത്ര വട്ടം ഇപ്പം കിസ് ചെയ്തു. അപ്പം അത് തെറ്റല്ലേ? ഞാൻ ചെയ്തതാണോ നിനക്ക് തെറ്റ്? ഞാൻ എന്തിനെങ്കിലും നിൻ്റെ അടുത്ത് വരുന്നുണ്ടോ സൂര്യ? എന്നെ എന്തിനാ നീ ഇങ്ങനെ? എന്നെ വെറുതെ വിട്ടൂടെ സൂര്യ? ഇനിയെങ്കിലും പ്ലീസ്, ഞാനൊരു കാല് പിടിക്കാം സൂര്യ. തുടങ്ങിയല്ലോ അവൻ്റെ കരച്ചിൽ. നീ ഇങ്ങനെ കിടന്ന് മോങ്ങാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? സൂര്യ, നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നു? നിനക്ക് മനസ്സാക്ഷി എന്ന് പറയുന്നൊരു സാധനം ഇല്ലേ? ഒരാൾ കരയുന്ന കണ്ടാൽ പോലും നിന്റെ മനസ്സലിയില്ല. നീ മനുഷ്യനല്ല, മൃഗമാ. മൃഗം. മനുഷ്യരെ പച്ചയ്ക്ക് തിന്നുന്ന മൃഗം. ഇവനെ കൊണ്ട് കിടന്ന് ഡയലോഗ് അടിക്കുന്ന നിർത്തിയില്ലെങ്കിലേ ഞാൻ നേരത്തെ തന്നതിനെക്കാട്ടി സ്ട്രോങ് ആയിട്ടൊരെണ്ണം അങ്ങോട്ട് തരും. ചിലപ്പോൾ അത് നീ താങ്ങിയെന്ന് വരില്ല, കേട്ടല്ലോ. എന്താ സൂര്യ ഞാൻ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാകാത്ത? നീ എന്താ എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാത്ത? നിൻ്റെ മനസ്സെന്താ അത്ര കല്ലാണോ? നീചന്മാർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റൂ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നീചൻ നീയാ. ഇവൻ സമ്മതിക്കില്ല. ഏറ്റവും വലിയ നീചൻ ഞാനാണല്ലേ? അപ്പോൾ ആ നീചന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് കാണിക്കട്ടെ. ഇങ്ങോട്ട് വാടാ. വീട് വീടെന്നെ. അബി പോയിട്ട് കുറേ നേരം ആയല്ലോ. ഇവനാണ് എന്തെടുക്കുവാ? പോയി നോക്കാം. അബി, അബി നീ അകത്തുണ്ടോ? അബി, 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 മാറങ്ങോട്ട്. എടാ അബി, നീ ഇത്ര നേരം വാഷ്റൂമിൽ എന്തെടുക്കുമായിരുന്നടാ? അല്ല, നിന്റെ ചുണ്ടിന് എന്താ പറ്റിയത്? അത് അബി, ഞാൻ നിന്നോടാ ചോദിച്ചേ, എന്താ പറ്റിയെന്ന് ചുണ്ടിന്? അത് ഞാൻ വാഷ്റൂമിലൊന്ന് തെന്നി വീണതാ, അപ്പോൾ പൊട്ടിയതാ ചുണ്ട്. കുഴപ്പമൊന്നുമില്ല, നീ വാ പോകാം. അവനെന്താ ഇങ്ങനെ? ഇടയ്ക്ക് അവൻ്റെ നോട്ടവും ഭാവം കണ്ടാൽ തോന്നും അവൻ എന്നോട് ഇഷ്ടമുണ്ടെന്ന്. എന്നാൽ ചില സമയങ്ങളിൽ അവൻ്റെ പ്രവൃത്തിയും സംസാരവും കേട്ടാൽ അവനെന്നൊരു മനുഷ്യനായിട്ട് പോലും പരിഗണിക്കുന്നില്ല തോന്നിപ്പോകും. ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. അവനെന്നോട് കാണിക്കുന്നതും അവനെന്നെക്കുറിച്ച് പറയുന്ന ഓരോ മോശം വാക്കും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല.
മരിച്ചു കളയാൻ വരെ തോന്നുക. കോപ്പ്. ഞാനെന്തിനാ അവനോട് സംസാരിക്കാൻ പോണ സമയത്തെല്ലാം അവനെ പിടിച്ച് കിസ് ചെയ്യുന്നത്? എനിക്കെന്തീ പറ്റുന്നത്? ഇനി അവനായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഇടണം, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പോകും. അബി, നീ എന്താ ഇന്നലെ വന്നിട്ട് എന്നെ കാണാൻ വരാഞ്ഞേ? ഞാൻ നിന്നെ ക്ലാസ്സിലേക്ക് വരാമെന്ന് വിചാരിച്ചാ, പക്ഷേ ടൈം കിട്ടിയില്ല. എടാ, ഞാനും കുറച്ച് തിരക്കായി പോയി, എന്നാ വരാഞ്ഞേ. പിന്നെ കുറച്ച് ദിവസം നീ വീട്ടിൽ പോയി നിന്നിട്ട് വന്നപ്പോൾ ഒന്നും കൂടെ ഗ്ലാമറായിട്ടുണ്ട്. എന്നാ ഞാൻ പോട്ടെ, ക്ലാസ് തുടങ്ങാൻ ടൈമായി. ശരി അബി, ഈവനിങ് കാണാം. ബായ്. സൂര്യ, നിനക്ക് എത്ര ധൈര്യം ഉണ്ട് കേട്ടാ നീ അവനെ ഹഗ് ചെയ്ത്? പറയടാ, അത് ചോദിക്കാൻ നീ ആരാടാ? ഞാൻ അവൻ്റെ മറ്റവൻ. എന്താ? മറ്റവനാ? സൂര്യ, ഒന്ന് നിർത്ത്, മതി, വിട്, മാറി നിൽക്കുക അബി അങ്ങോട്ട്, അല്ലെങ്കിൽ നിനക്കും കിട്ടും. നിനക്കിപ്പോൾ ഒരു കുഴപ്പമില്ലല്ലേ അവൻ നിന്നെ ടച്ച് ചെയ്യുന്നതിനും ഹഗ് ചെയ്യുന്നതിനും ഒക്കെ? ഇല്ല, എനിക്കൊരു കുഴപ്പമില്ല. അവൻ എന്നെ ഹഗ് ചെയ്താലും ടച്ച് ചെയ്താലും നിനക്കെന്താ? അവൻ നിന്നെയൊന്നും അല്ലല്ലോ ഹഗ് ചെയ്തത്, എന്നെയല്ലേ. ഇപ്പം എനിക്കില്ലാത്ത കുഴപ്പം നിനക്കെന്തിനാ? അതുകൊണ്ടേ നീ പോകാൻ നോക്ക്. ഇതിനുള്ള പണി ഞാൻ നിനക്കിട്ട് തന്നോളാം അബി. അബി, എടാ, എന്താടാ ഉണ്ടായത്? എന്താ പ്രശ്നം? പിള്ളേരും എന്ന് പറഞ്ഞു നീയും സൂര്യ ഹൃദേശും തമ്മിലൂടെ പൊരിഞ്ഞടിയുന്നു. എന്താ കാര്യം? പൊരിഞ്ഞടിയൊന്നുമില്ല, ചെറിയൊരു വഴക്ക്, അത്രേ ഉള്ളൂ. എന്തിനു വഴക്ക്? എന്താടാ കാര്യം? എന്തിനാ വഴക്കിട്ടെ? അത് എനിക്കെങ്ങനെ അറിയാനാ? അത് വഴക്കിട്ടവരോട് പോയി ചോദിക്കണം, അല്ലാതെ എന്നോടല്ല വന്ന് ചോദിക്കേണ്ടത്. എടാ അബി, അതിന് നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ചൂടാകുന്നേ? എന്താ ഉണ്ടായെന്നല്ലേ ചോദിച്ചുള്ളൂ. എല്ലാം എന്നോട് മാത്രം വന്ന് ചോദിച്ചോ? വഴക്കുണ്ടാക്കിയവരോട് ആർക്കും ഒന്നും ചോദിക്കാനുമില്ല, പറയാനുമില്ല. എല്ലാം എന്നോട് മാത്രം. ഞാനിവിടെ ചെണ്ടയല്ലേ എല്ലാവരും വന്ന് എന്നെ കൊട്ടിയിട്ട് പോകാൻ. എടാ അബി, അതിനു വേണ്ടിയൊന്നും പറഞ്ഞില്ലല്ലോ. അതെ, നീ ഇങ്ങനെ കിടന്ന് ചൂടാകാൻ മാത്രം ഞങ്ങൾ എന്താ പറഞ്ഞേ? ഞങ്ങളിവിടെ ഒന്ന് നോക്കിയപ്പോൾ നിന്നെ മാത്രമേ കണ്ടുള്ളൂ, സൂര്യനെ ഇവിടെ ഒന്നും കണ്ടില്ല. അതുകൊണ്ടാണ് നിന്നോട് ചോദിച്ചേ. അതൊക്കെ പോട്ടെ, ഇനി നമ്മൾ തമ്മി അതും പറഞ്ഞ് വഴക്കുണ്ടാക്കണ്ട. പിന്നെ സൂര്യ എന്തേടാ? അവനെവിടെ പോയി? അത് എന്നോടെന്തിനാ ചോദിക്കുന്നത്? എനിക്കെങ്ങനെ അറിയാനാ? അത് അവനോട് പോയി ചോദിക്കണം, അല്ലാതെ എന്നോടല്ല ചോദിക്കണ്ട. ഞാൻ പോവാ. ഇവനിതെന്തു പറ്റി? ഇവനെന്തിനാ നമ്മളോട് ഇത്ര ചൂടാകുന്നത്? ആർക്കറിയാം. അബിയല്ലേ പോണേ? ഇവൻ എവിടെ ഈ കലുതുള്ളി പോണേ? എടാ അബി, ഇവനെന്താ ഞാൻ വിളിച്ചിട്ടൊരു മൈൻഡ് ഇല്ലാതെ പോണേ? ഇനി കേട്ടില്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അബി, എനിക്ക് എത്ര ധൈര്യം ഉണ്ട് കേട്ടാ നീ അവൻ്റെ മുമ്പിൽ വെച്ച് എന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചേ. കലി തീരുന്നില്ലല്ലോ. ഇതിന് ഞാൻ നിനക്കിട്ട് പണി വെച്ചിട്ടുണ്ട് അബി, നീ നോക്കിയിരുന്നോ? ഇന്ന് എന്തായാലും ഞാൻ അവളോട് എൻ്റെ ഇഷ്ടം തോന്നുന്നു പറഞ്ഞിരിക്കും. ദേണ്ട് നിൽക്കുന്ന എൻ്റെ ഏഞ്ചൽ. ഹായ് ബേബി. ദൈവമേ, ഇവനാ പെട്ട് ഉമ്മ. ബേബി, ഈ പൂ കണ്ടോ? ഇത് എൻ്റെ കൈകൊണ്ട് ഞാൻ തന്നെ എൻ്റെ പൂന്തോട്ടത്തിൽ നട്ടു വളർത്തിയ പൂവാ. ഇതാണ് എൻ്റെ ബേബിക്ക് എൻ്റെ സ്നേഹ സമ്മാനം. എനിക്ക് വേണ്ട. അങ്ങനെ പറയല്ലേ, വേണ്ടെന്ന് മാത്രം. ഞാൻ ബേബിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് രാപ്പകൽ വെള്ളം ഒഴിച്ച് നട്ടു വളർത്തിയ പൂവായത്. അതുകൊണ്ട് എനിക്ക് വേണ്ടി ഇത് വാങ്ങില്ലേ? ഇല്ല, വാങ്ങില്ല. ഓക്കെ, പൂ വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ ബേബിക്ക് വേണ്ടി ഉഗ്രനൊരു ഡാൻസ് പഠിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, കാണിക്കട്ടെ? ബിഗി ബിഗി രാറ്റോമേ മീട്ടി മീട്ടി ബാറ്റോമേ. ചേട്ടന് വല്ല വട്ടമുണ്ടോ? ഉണ്ട്, എനിക്ക് വട്ടമുണ്ട്. കുട്ടിയോടുള്ള സ്നേഹം മൂത്ത് എനിക്ക് വട്ടമുണ്ട്. അങ്ങനെ വട്ടമുണ്ടെന്ന് പറയാൻ എനിക്ക് ഒരു നാണക്കേടുമില്ല. കുട്ടിക്കറിയാവോ, കുട്ടിക്ക് വേണ്ടി എൻ്റെ മനസ്സ് കടിക്കുകയാണ്. എന്താ?
അയ്യോ അല്ല, തുടിക്കാന്നാ ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ കുട്ടിക്കറിയാവോ, എൻ്റെ പ്രണയം പേമാരി പോലെയാ. അത് ഇടിയും മിന്നലും ഒക്കെ ആർത്ത് പെയ്യും. അത് ആരെക്കൊണ്ട് നിർത്താൻ പറ്റില്ല. അതൊരു കാലാവസ്ഥ നിരീക്ഷകർക്കും പ്രവചിക്കാൻ പറ്റില്ല, അറിയോ? ചേട്ടൻ എന്ത് തേങ്ങയൊക്കെ പറയുന്നേ? അതെനിക്കും അറിയില്ല, പക്ഷെ അടിപൊളിയല്ലേ? ഞാൻ തന്നെ ഒരു ദിവസം ഇരുന്ന് എഴുതിയ കവിതയാണ് പ്രണയത്തെക്കുറിച്ച്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? പിന്നെ കുട്ടിക്ക് ഞാൻ നേരത്തെ കാണിച്ച ഡാൻസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എൻ്റെ കയ്യിൽ വേറൊരു ഐറ്റം ഉണ്ട്, ഞാൻ കാണിക്കട്ടെ? ശ്രദ്ധിച്ച് നോക്കിക്കോ കേട്ടോ. അയ്യോ എൻ്റെ പൊന്നു ചേട്ടാ, വേണ്ട. ബേബി എന്താ അങ്ങനെ പറഞ്ഞേ? എന്നെ വിശ്വസിക്ക്, അടിപൊളിയാ, ഒന്ന് കണ്ടു നോക്ക്. ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് മുതുകൊക്കെ വേദന എടുക്കുന്നു. അത് മനു അല്ലേ? എടാ മനു, എന്താടാ? അത് കുട്ടി വെക്കോ, എനിക്ക് ഇവനോട് കുറച്ച് കാര്യം പറയാനുണ്ട്. വലിയ ഉപകാരം ചേട്ടാ. അയ്യോ കുട്ടി പോവല്ലേ. പോയി. എടാ പന്നിയുടെ മോനെ, നിനക്ക് എന്തിൻ്റെ അസുഖമായിരുന്നടാ പട്ടി? ഞാൻ എങ്ങനെയെങ്കിലും അതിനൊന്ന് ഒപ്പിച്ചോണ്ട് വരുമായിരുന്നു. അങ്ങനെ നീ ഇപ്പോൾ ഒപ്പിക്കണ്ട, അതെനിക്കിഷ്ടമല്ല, കേട്ടല്ലോ? അതിനെന്താണ് നിനക്ക് ഇത്ര പ്രശ്നം? ഞാൻ അതിനെ വളച്ചെടുക്കുന്നതിന് എനിക്ക് പ്രശ്നമുണ്ട്. ഞാനിവിടെ ഉള്ളപ്പോൾ നീ വേറെ ആരെയും വളച്ചെടുക്കണ്ട, അതെനിക്കിഷ്ടമല്ല. നിനക്ക് എന്താണ് പ്രശ്നം? നിനക്ക് ആ പെണ്ണിനെ വല്ല ഇഷ്ടമാണോ? അതുകൊണ്ടാണോ എന്നെ ആ പെണ്ണിനെ പുറകെ നടക്കാൻ സമ്മതിക്കാത്തേ? നീ എന്താ പൊട്ടനാണോടാ പൊട്ടൻ? ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാക്കാൻ പറ്റാത്തേ? നീ വെറും പൊട്ടനല്ലടാ, കടിഞ്ഞൂൽ പൊട്ടനാ, പൊട്ടൻ. ദേ എന്നെ പൊട്ടൻ എന്നെല്ലാം വിളിച്ചിട്ടുണ്ടല്ലോ, പൊട്ടൻ നിന്റെ മറ്റവൻ, കേട്ടോടാ? അത് തന്നെ ഞാനും പറഞ്ഞു, പൊട്ടൻ. നീ ലോക പൊട്ടനാ. നീയും പൊട്ടനാ, നിന്റെ കുടുംബത്തിൽ ഉള്ള എല്ലാവരും പൊട്ടനാ, കടിഞ്ഞു പൊട്ടൻ. ഞാൻ പോവാ, നീ ആരുടെയെങ്കിലും പുറകെ പോയി നടക്ക്. ഇവൻ ഇതിന് മാത്രം ദേഷ്യപ്പെട്ടു പോവാൻ ഞാനെന്ത് പറഞ്ഞു? നീ അവിടെ പൊട്ടൻ, മൊരപ്പൊട്ടൻ, പൊട്ടാ. ഇതുപോലൊരു പൊട്ടനെ ലോകത്ത് കണ്ടിട്ടില്ല. മോനെ നിഖിലെ, അവിടെ നിന്നേ. നീയോ? എന്താടാ? ഞാനെല്ലാം കേട്ടായിരുന്നു. നീ എന്തിനാ അവനോട് അത്ര ദേഷ്യപ്പെട്ടെ? എടാ അത് അവൻ വെറുതെ പൊട്ടത്തരം പറയാടാ. അത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അത് കേട്ടോണ്ട് മാത്രമാണോ നിനക്ക് അവനോട് ദേഷ്യം വന്നേ? പറ. അത് ആണ്, അതുകൊണ്ടാണ് എനിക്ക് അവനോട് ദേഷ്യം വന്നേ. എന്താ നീ അങ്ങനെ ചോദിച്ചേ? ആണോ? എന്തിനാ അഖിലേ നീ വെറുതെ കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടുന്നേ? കള്ളോ? അതിന് ഞാൻ കള്ളമൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഒരു കള്ളവും പറഞ്ഞില്ലേ? എന്തിനാ മോനെ ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നേ? നിനക്ക് അവനെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എനിക്കവനെ ഇഷ്ടമാണ്. നിനക്കും വരെ മനസ്സിലായി, എന്നിട്ട് ആ പൊട്ടന് മനസ്സിലായില്ല. അതൊക്കെ ഇരിക്കട്ടെ. എപ്പോൾ തൊട്ട് തുടങ്ങി അവനോടുള്ള ഈ പ്രണയം? അത് എനിക്കും അറിയില്ല എപ്പോൾ തൊട്ടാണെന്ന്, പക്ഷേ എനിക്കവനെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ ഓരോ പൊട്ടത്തരങ്ങളും ബുദ്ധിയില്ലായ്മയും അതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് അവനോട് കൂടുതൽ ഇഷ്ടം. അതൊക്കെ നല്ലതാ, പക്ഷെ നീ ഒരു കാര്യം സൂക്ഷിച്ചോണം. നീ വല്ലമാണ് കുണ്ടലസ്വാമി എന്ന് പറഞ്ഞ് അവനെ പറ്റിച്ചെന്ന് വല്ല അവനെ അറിഞ്ഞ പിന്നെ അറിയാലോ അവൻ്റെ സ്വഭാവം. നീ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കില്ലടാ. അതിനൊന്നും വളച്ചെടുത്തിട്ട് പോലുമില്ല. അതിനു മുമ്പ് തന്നെ എടാ ഞാൻ നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിനക്ക് അവൻ്റെ സ്വഭാവം അറിയാലോ. ഇപ്പോൾ തന്നെ അവൻ കുണ്ടലസ്വാമി എന്നും പറഞ്ഞ് അന്വേഷിച്ച് നടപ്പാ. പിന്നെ നീ തന്നെയല്ലേ പറഞ്ഞേ അവൻ എപ്പോഴും നിൻ്റെ ഫോണിലേക്ക് വിളിച്ച് നോക്കാറുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. എന്തായാലും നോക്കാം, ഫസ്റ്റ് അവനെ ഒന്ന് വളച്ചെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. എടി നീള, നീ ഇതൊന്ന് കഴിച്ചു നോക്കിക്കേ. ഞാൻ കഴിക്കാടാ. കൊള്ളാടാ, അടിപൊളിയായിട്ടുണ്ട്. സൂര്യ നീ വന്നോ? ഇത്ര വേഗം കഴിഞ്ഞോ നിന്റെ ഡാൻസ് പ്രാക്ടീസ്? ഇന്ന് നേരത്തെ കഴിഞ്ഞു. അവനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എന്താ സൂര്യ നീ അവിടെ തന്നെ നിൽക്കുന്നേ? വാ, നല്ല പഴംപൊരിയും ചായ ഉണ്ട്, അത് കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. അബി എന്തേ? അവനെ കണ്ടില്ലല്ലോ. എടാ അവൻ നേരത്തെ പോയി. നേരത്തെ പോയെന്നോ? എവിടെ? എടാ അവൻ ആ രതീഷിൻ്റെ കൂടെ അവൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി അസൈൻമെൻ്റ് എഴുതാൻ. കാരണം അവൻ എക്കണോമിക്സിനെ കുറിച്ചല്ലേ അസൈൻമെൻ്റ് എഴുതാൻ കിട്ടിയത്, നമുക്കൊക്കെ അക്കൗണ്ടിങ്ങിനെ കുറിച്ചല്ലേ കിട്ടിയത്. അപ്പോൾ റിതേഷിനാകുമ്പം BA അല്ലേ, അവൻ എക്കണോമിക്സിനെ കുറിച്ച് നല്ല അറിവല്ലേ, അതുകൊണ്ട് അവനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു.
അത് എഴുതാനായിട്ട് അവൻ്റെ വീട്ടിലേക്ക് പോയി. റിതേഷിൻ്റെ ഫ്ലാറ്റിലേക്കോ? അവന് എത്ര ധൈര്യമുണ്ട് കേട്ടോ അവൻ്റെ കൂടെ അവൻ്റെ ഫ്ലാറ്റിലേക്ക് പോയത്. ഇന്നലെ ഞാൻ അത്രയും വഴക്കുണ്ടാക്കിയിട്ടും അവന് വല്ല പ്രശ്നം ഉണ്ടാകുന്ന നോക്കിക്കേ. ഞാൻ ഇപ്പോഴാണ് ഓർത്തേ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ഞാനിന്ന് പോയിട്ട് വരാം. ശരിയടാ, നീ എന്നാൽ പോയിട്ടോ. ശരി. അവന് എത്ര ധൈര്യമുണ്ട് കേട്ടോ അവൻ അവൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുന്നത്. ഞാനിന്ന് കുടിച്ച് മരിക്കും. ഇതും തീർന്നു, അടുത്തത് പോരട്ടെ. ഉമ്മ, അവന് എത്ര ധൈര്യമുണ്ട് കേട്ടോ അവൻ്റെ വീട്ടിൽ പോയി കിടക്കുന്നത്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൻ്റെ തലയിലേക്ക് എന്താ കയറാത്തെ? അങ്ങനെ പറ്റത്തില്ല, അവനോട് പോയി ചോദിക്കണം, ഇപ്പം തന്നെ ചോദിക്കണം. എവിടെ എൻ്റെ ബൈക്ക്? ഈ ടൈമിൽ ഇതാരാ? സൂര്യ, നീയോ? ഞാൻ തന്നെ. എന്താ, ഞാൻ വന്ന പിടിച്ചില്ലേ? പൊന്നുമ ഉണ്ടായിരുന്നല്ലേ ഇവിടെ? സൂര്യ, നീ എന്താ ഈ സമയത്ത് ഇവിടെ? എനിക്കെന്താ ഇവിടെ വരാൻ പറ്റില്ലേ? ഞാൻ സംശയിച്ചാ വന്നേ, കാരണം നീ ഇവിടെ ഉണ്ടാകുമെന്ന്. നീ നിൻ്റെ മറ്റവൻ്റെ കൂടെ പോയിരിക്കുമല്ലായിരുന്നു. ഞാനോർത്തു നീ ഇന്ന് അവിടെ തന്നെ കിടന്ന് കാണുമെന്ന്. സൂര്യ, നീ കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ട്, നിറയെ കുടിച്ചിട്ടുണ്ട്. സൂര്യ, മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പോകാൻ നോക്ക്. ഇറങ്ങിയൊക്കെ ഇവിടുന്ന്. ഇറങ്ങിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? എനിക്ക് പോകാൻ സൗകര്യമില്ല. സൂര്യ, നിന്നോട് ഞാൻ പറഞ്ഞു പോകാൻ. നീ ഒന്നാമത് സ്വബോധത്തിലല്ല. നീ ഇവിടുന്ന് പോകാൻ നോക്കിയേ സൂര്യ. ഞാൻ നിന്നോടും പറഞ്ഞു എനിക്കിവിടുന്ന് പോകാൻ ഉദ്ദേശമില്ലെന്ന്. നിനക്ക് ഞാനിവിടെ വരുമ്പോഴും ഞാൻ നിന്നോട് മിണ്ടുമ്പോൾ മാത്രമല്ലോ ഈ പ്രശ്നം. മറ്റവൻ ആ റിതേഷ്, അവൻ നിന്നോട് മിണ്ടുമ്പോൾ നിനക്കിത്ര പ്രശ്നമൊന്നും കാണാറില്ലല്ലോ. അതെ, എനിക്ക് നീ എൻ്റെ അടുത്ത് വരുമ്പോഴും എന്നോട് മിണ്ടുമ്പോഴോ എനിക്ക് പ്രശ്നം. അല്ലാതെ റിതേഷ് എന്നോട് മിണ്ടിയാലോ അടുത്ത് വന്നാലോ എനിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല. എന്താ, ഇതറിഞ്ഞാൽ മതിയോ നിനക്ക്? ഇനി നീ പോകാൻ നോക്ക്. ആണോ? എന്നാൽ ഞാൻ നിൻ്റെ അടുത്ത് വരുമ്പോഴുള്ള നിൻ്റെ ബുദ്ധിമുട്ടും പ്രശ്നവും ഞാനങ്ങ് മാറ്റി തന്നേക്കാം. ഞാൻ വിചാരിച്ചേ ഇന്ന് നീ ആ റിതേഷിന് സ്വന്തമാകുന്ന, പക്ഷേ ആയില്ലല്ലോ. താങ്ക് ഗോഡ്. അപ്പോൾ അവൻ നിന്നെ സ്വന്തമാക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ മൊത്തത്തിൽ സ്വന്തമാക്കാൻ പോവാ. ഇങ്ങോട്ട് വാടാ. സൂര്യ, വീട്. നീ എന്ത് കാണിക്കുന്നു? വീട്. ഞാൻ കാണിക്കാൻ പോണേല്ലേ ഉള്ളൂ. വീട് സൂര്യനെ, പ്ലീസ് വാടാ ഇങ്ങോട്ട്. സൂര്യ, വേണ്ട സൂര്യ, പ്ലീസ് സൂര്യ, വീട് തന്നെ. ഇവിടെ കിടക്കടാ. സൂര്യ, വേണ്ട സൂര്യ, പ്ലീസ് സൂര്യ, ഞാൻ നിന്റെ കാല് പിടിക്കാം സൂര്യ, പ്ലീസ്. വേണ്ട സൂര്യ, വേണ്ട സൂര്യ, പ്ലീസ് സൂര്യ. വേണ്ട സൂര്യ, പ്ലീസ് സൂര്യ, വേണ്ട വേണ്ട. അടങ്ങി കിടക്കട അവിടെ. സൂര്യ, വേണ്ട സൂര്യ, പ്ലീസ് സൂര്യ, നീ ഇത് കളിൻ്റെ പുറത്ത് ചെയ്യുന്നേ സൂര്യ, വേണ്ട, നിർത്ത് സൂര്യ. സൂര്യ, പ്ലീസ് സൂര്യ, നിർത്ത് സൂര്യ, പ്ലീസ് മാറ്. കിടക്കട അടങ്ങിയോടെ. സൂര്യ, പ്ലീസ് സൂര്യ, മാറ് സൂര്യ. സൂര്യ, പ്ലീസ്, വേണ്ട. അബി, എന്താ നേടാ? അബി, നിനക്കെന്താ പറ്റി? നീ എന്തിനാ ഇങ്ങനെ നടന്നു വരുന്നേ? നിന്റെ കാലിനെന്താ? അല്ല,
നിന്റെ ചുണ്ടിലും കഴുത്തിലും ഒക്കെ എന്താ ഇത്രയും പാട്? ആരോ കടിച്ച പോലെ. എന്തു പറ്റി? അത് ഒന്നുമില്ല. ഒന്നും ഇല്ലാത്തതാണോ ഈ കാണുന്നേ? അഭി, നീ ഇനി ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. എനിക്കറിയാം എന്താ നിന്റെ പ്രശ്നം. നീ ഇന്ന് പറയും നാളെ പറയും എന്ന് വെച്ച് മിണ്ടാതിരിക്കുമ്പോൾ എനിക്കിനി വയ്യ. നീ പറഞ്ഞേ പറ്റൂ. എന്താ അഭി നിന്റെ പ്രശ്നം? പ്ലീസ് ഒന്ന് പറ. എനിക്ക് തന്നെ ഇങ്ങനെ കാണാൻ വയ്യ അഭി. നീള, എനിക്കത് നിന്നോട് എങ്ങനെ പറയണമെന്ന് അറിയില്ല. ഞാൻ പറയാം. അഭി, നീ ഇത്രയും സങ്കടങ്ങളും ഒറ്റയ്ക്ക്, അവൻ നിന്നോട് ഇത്രയൊക്കെ ക്രൂരത കാണിച്ചിട്ട് നീ എന്താ എന്നോട് ഒരു വാക്ക്? ഞാൻ ഇത്ര വട്ടം നിന്നോട് ചോദിച്ചതാ, ഒരു വാക്ക് നിനക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്ന? എനിക്ക് പേടിയായിരുന്നു നിള നിന്നോട് പറയാൻ. നിന്നോടെല്ലാം പറഞ്ഞ ഞാൻ ഗേ ആണെന്ന് നീ അറിയും. അതറിഞ്ഞ നീ എന്നെ വെറുക്കുമെന്ന് പേടിച്ചിട്ട് ഞാൻ പറയാഞ്ഞ. എന്നോട് അഭി, നീ എന്താണെങ്കിലും ഞാൻ ബെസ്റ്റ് ഫ്രണ്ട് അല്ലടാ. ഞാൻ അങ്ങനെ കാണിക്കുമോ നിന്നോട് വെറുപ്പ്? എനിക്കിതിന് ജീവനല്ലടാ. സോറി നീള, സോറി. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അവന് ഞാൻ ഇഷ്ടപ്പെട്ടു പോയതാണോ നീള ഞാൻ ചെയ്ത തെറ്റ്? അവൻ എന്തിനാ എന്നോടിങ്ങനെ കാണിക്കുന്ന? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നീള. വെച്ച് പൊട്ടിപ്പോകുക. അഭി, എനിക്കറിയില്ലടാ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നീള. അവൻ ഇന്നലെ എന്നോട് ചെയ്ത, അവൻ ഇന്നലെ റേപ്പ് ചെയ്തു. അഭി, കരയില്ലടാ, പോട്ട്. നീള, നീള, എന്നെ സ്നേഹിക്കാൻ കൊള്ളില്ല നീള. ഞാൻ സ്നേഹിക്കാൻ കൊള്ളാത്തവനാണോ? അവൻ പറയാ എന്നെ സ്നേഹിക്കാൻ കൊള്ളില്ല, ഞാൻ ചീത്തയാണെന്ന്. ആരാ നീള? ഞാൻ ചീത്തയാണോ നീള? എന്നെ സ്നേഹിക്കാൻ കൊള്ളില്ല. അഭി, അങ്ങനൊന്നും പറയല്ലടാ. അവനായിരിക്കും നീ ചീത്ത, ഞങ്ങൾക്കൊന്നും നീ അങ്ങനെ അല്ലടാ. താങ്ക്സ് നിള, എന്നെ മനസ്സിലാക്കിയതിന്. എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. ഞാനിന്ന് ക്ലാസ്സിലിരിക്കുന്നില്ല, വീട്ടിലേക്ക് പോകുക. എനിക്കൊന്ന് കിടക്കണം. അഭി, നീ അവസ്ഥയിൽ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാടാ. വേണ്ടുന്നില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശരീരത്തിന് ചെറിയൊരു ക്ഷീണമേ ഉള്ളൂ. അത് കിടന്ന് മാറിക്കോളൂ. പിന്നെ എനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കുകയും വേണം. സൂക്ഷിച്ചു പോകണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ശരി. ഞാനിത് എവിടെയാ? ഇത് അബിയുടെ ഫ്ലാറ്റല്ലേ? അപ്പോൾ ഞാൻ നേരെ ബാറിൽ നിന്ന് ഇങ്ങോട്ടേക്കാണോ വന്നേ? ഓ, ഒന്നും ഓർമ്മ കിട്ടുന്നില്ലല്ലോ. തലയാണെ വെട്ടിപ്പൊളിയുക. അപ്പോൾ ഇന്നലെ നൈറ്റ് എന്തെങ്കിലും നടന്നോ? ഇന്നലെ എൻ്റെ ദൈവമേ, ഞാനിത് എന്തൊക്കെയാണ് ചെയ്തു വച്ചിരിക്കുന്ന ബോധമില്ലാതെ. ഞാനിന്നലെ അബീനെ അബി എന്ത് പറഞ്ഞു നടക്കും? അവനെ ഇവിടെ നിന്ന് കാണുന്നില്ലല്ലോ. അവൻ എവിടെ പോയതായിരിക്കും? താഴെ പോയി നോക്കാം. അവനെ ഇവിടെ നിന്ന് കാണുന്നില്ലല്ലോ. എവിടെ പോയി കാണും? ഷോ, ഇനി ഈ മുറി കാണുമോ? ഈ മുറി അടച്ചിട്ടേക്കുവാണല്ലോ. പോയി നോക്കാം. ഇതെല്ലാം എൻ്റെ ഫോട്ടോസ് അല്ലേ? ഈ മുറി മൊത്തം എൻ്റെ ഫോട്ടോസ് മാത്രമാണല്ലോ. അതെന്താ? അതൊരു ഡയറി അല്ലേ? ഇതിലും എൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ. ഇതിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഐ ലവ് യു സൂര്യ. അപ്പോൾ അവന് എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എന്നിട്ട് ഞാൻ അവൻ്റെ ലാപ്ടോപ്പിൽ വരെ
എൻ്റെ ഫോട്ടോ ആണല്ലോ ഉള്ളത്. അവൻ എന്നെ ഇത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എന്നിട്ട് ഞാൻ അവനോട് കാണിച്ചതോ ദൈവം പോലും പൊറുക്കില്ല എന്നോട്. എന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന ആ പാവത്തിനെ ഞാൻ എത്രമാത്രം ദ്രോഹിച്ചു. ഞാൻ എത്ര വലിയ തെറ്റാ ചെയ്ത്. എനിക്ക് അവനെ ഇപ്പം തന്നെ കാണണം. അവനെ എവിടെ നിന്ന് കാണുന്നില്ലല്ലോ. ഈശ്വര, എവിടെ പോയി കാണും? ഞാൻ എവിടെയൊക്കെ നോക്കി, ക്ലാസ് റൂമിലും ക്യാൻറ്റീനിലും ഒന്നുമില്ല. ഇവൻ എവിടെ പോയി കാണും? ആ പോണ നീളയല്ലേ? ആ നീള അവിടെ നിന്നേ. എന്താ കാര്യം? അത് നീള അബി. ഇത് ഞാൻ തന്നില്ലെങ്കിലേ ഞാൻ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. പിന്നെ നിനക്ക് അബിയുടെ പേര് പറയാൻ പോലും ഇനി അവകാശമില്ല സൂര്യ. അത്രയ്ക്ക് നീ ആ പാവത്തിന് ദ്രോഹിച്ചു. നീ ഇത്ര ദുഷ്ടനായിരുന്നോ? എത്ര വേണമെങ്കിലും തല്ലിക്കോ, എന്ത് വേണമെങ്കിലും പറഞ്ഞു. എനിക്കറിയാം അതൊക്കെ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന്. പക്ഷെ ഇപ്പോൾ എനിക്ക് അബി എവിടെയുണ്ടെന്ന് ഒന്ന് പറഞ്ഞതാ പ്ലീസ്. എനിക്ക് അവനത് കണ്ടാൽ മതി പ്ലീസ്. എന്തിന്? അവനെ ദ്രോഹിച്ച് നിനക്ക് മതിയായില്ലേ? ഇനിയെങ്കിലും ആ പാവത്തിനെ ഒന്ന് വെറുതെ വിട്ടൂടെ? ഇത്രയും ദ്രോഹിക്കാൻ മാത്രം ആ പാവം നിന്നോട് എന്ത് കാണിച്ചിട്ടാ? നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതാണോ അബി ചെയ്ത കുറ്റം? അതിന് നീ ആ പാവത്തിന് എന്തൊക്കെ പറഞ്ഞു? ആരോടും ഒന്നും പറയാൻ പറ്റാത്ത ആ പാവം എല്ലാ ഉള്ളിലൊതുക്കി നീറുമായിരുന്നിരിക്കില്ലേ? ശരിയാണല്ല, ഞാനൊന്നും നിരസിക്കുന്നില്ല. പറ്റിപ്പോയി. എന്ത് ചെയ്താണ് അതിനൊരു പരിഹാരമൊന്നും എനിക്കറിയില്ല. ഒരിക്കലും ആർക്കും പൊറുക്കാൻ പറ്റാത്ത തെറ്റ് ഞാൻ അവനോട് ചെയ്തതെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു അവനെന്നെ അത്രമാത്രം ഇഷ്ടമാണെന്ന്. അറിയില്ലായിരുന്നു പോലും. ആ പാവം എത്ര വട്ടം ആവർത്തിച്ച് പറഞ്ഞു നിന്നിഷ്ടമാണെന്ന്. അപ്പോൾ ഒന്നും മനസ്സിലാക്കാതെ ഇത്രയും ദ്രോഹിച്ചതിന് ശേഷം ഇപ്പം മനസ്സിലാക്കിയിട്ട് എന്തിനാ? ശരിയാ, പക്ഷെ ഞാൻ അറിയാൻ വൈകിപ്പോയി അവനെന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. എല്ലാം എൻ്റെ തെറ്റും അഹങ്കാരം കൊണ്ടാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അവൻ എവിടെ ഉണ്ടെന്ന് ഒന്ന് പറ പ്ലീസ്. പ്ലീസ് നില, എന്നോടൊന്ന് പറയാവോ? ഇല്ല, ഞാൻ പറയില്ല. പിന്നെ സൂര്യ, നിൻ്റെ ഈ കണ്ണുനീരൊന്നും അവനോട് ചെയ്തതിന് പകരമാവില്ല. ഞാൻ എന്ത് വിശ്വസിച്ചാ നിന്നോട് പറയണ്ടേ? ഇനിയും നീ അവനെ പോയി ദ്രോഹിക്കില്ലെന്ന് എന്താ ഉറപ്പ്? ഇല്ല നില, എനിക്കൊരു തെറ്റ് മനസ്സിലായി. പ്ലീസ്, ഞാൻ നിന്റെ കാല് പിടിക്കാം. അവൻ എവിടെ ഉണ്ടെന്ന് എന്നോടൊന്ന് പറ പ്ലീസ് നില, പ്ലീസ്. ഇവിടെ എന്താ നില? എന്താ പ്രശ്നം? സൂര്യ എന്തിനാ കരയുന്നേ? അതെ സൂര്യ, നീ എന്തിനാ കരയുന്നേ? നിങ്ങളെന്താ ചോദിച്ചിട്ടൊന്നും മിണ്ടാതെ നിൽക്കുന്നേ? നീള, നീയെങ്കിലും ഒന്ന് പറ. നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നേ? പിന്നെ നീള, നീ എന്തെങ്കിലും സൂര്യനെ പറഞ്ഞോ? നിനക്കല്ലെങ്കിൽ ഈയിടെയായിട്ട് സൂര്യനെ കാണുമ്പോൾ കുറച്ച് ദേഷ്യം കൂടുതലാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു വെച്ച് എൻ്റെ ഫ്രണ്ടിനെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ നോക്കി നിന്നൊന്നും വരില്ല നീള. നോക്കി നിൽക്കണ്ട, ഞാൻ പറഞ്ഞു നോക്കി നിൽക്കണമെന്ന്. പിന്നെ എന്താ ഉണ്ടായെന്നേ ആ ഫ്രണ്ടിനോട് തന്നെ അങ്ങ് ചോദിക്ക്, അപ്പോൾ മനസ്സിലാകും. സൂര്യ, എടാ എന്താ പ്രോബ്ലം? നീ എന്തെങ്കിലും ഒന്ന് പറ. അത് അവൻ പറയില്ല, അവന് പറയാൻ പറ്റില്ല. അത്രയ്ക്കും ഉണ്ട് നിങ്ങളുടെ ഫ്രണ്ട് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. നീള, തലയും വാലും ഇല്ലാതെ ഇങ്ങനെ ഓരോന്ന് കിടന്ന് പറയാതെ എന്താ ഉണ്ടായെന്നൊന്ന് പറ. ഞാൻ പറയാം എന്താ ഉണ്ടായെന്ന്. എന്നോട് ക്ഷമിക്ക്. എനിക്കറിയാം നിങ്ങൾക്കൊന്നും ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ഞാൻ ചെയ്തിരിക്കുന്നതെന്ന്. പറ്റിപ്പോയി. പ്ലീസ് എന്നോട് ക്ഷമിക്ക്. സൂര്യ, ഇത് ശരിക്കും കൂടിപ്പോയി. അബി, അവൻ എത്രമാത്രം വേദനിച്ച് കാണും ആരോടൊന്നും പറയാൻ പറ്റാതെ.
സൂര്യ, നിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടായി കണ്ടുപോയി. ഇല്ലെങ്കിൽ ഞാനിവിട്ട് നിന്നെ തല്ലിച്ചതച്ചേനെ. അഭിയോട് ചെയ്തതിന് തല്ലിക്കോ, തല്ലിക്കൊന്നു, എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷെ എനിക്ക് കുറച്ച് സമയം തരണം. എനിക്ക് അഭിനെ ഒന്ന് കാണണം. അവനോട് ചെയ്തതിന് അവൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയണം. പ്ലീസ് നിലയോടൊന്ന് പറ, അവൻ എവിടെ ഉണ്ടെന്നൊന്ന് പറയാം. അഖിലെ, നിഖിലെ, നിങ്ങളെങ്കിലും ഒന്ന് പറ പ്ലീസ്. സൂര്യ, നീ ഞങ്ങളുടെ ഫ്രണ്ടാണെന്ന് പറയാൻ പോലും എനിക്ക് വെറുപ്പാ. നിനക്ക് എങ്ങനെ കഴിഞ്ഞു ഇത്രയും ക്രൂരത ആ ഭാവത്തിനോട് കാണിക്കാൻ? നിന്റെ എല്ലാത്തിനും ഞങ്ങൾ കൂട്ടു നിന്നിട്ടേ ഉള്ളൂ. പക്ഷെ ഇത് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അത്ര വലിയ തെറ്റാ നീ ചെയ്തത്. അറിയാം, ആരും എന്നോട് ക്ഷമിക്കണ്ട. പക്ഷെ എനിക്ക് അവൻ എവിടെ ഉണ്ടെന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ മതി പ്ലീസ്. കാരണം ഞാൻ അവനോട് ഇന്നലെ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ അവൻ എന്തെങ്കിലും അരുതാത്തത് ചെയ്യുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. അതാ പ്ലീസ് ഒന്ന് പറ പ്ലീസ്. എടാ നമ്മുടെ അഭി, അവൻ നീല, അഭി എവിടെ ഉണ്ടെന്നൊന്ന് പറ. അതെ നീല, ഒന്ന് പറ. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് പേടിയാകുന്നു. നമ്മുടെ അഭി, എടാ അഭി അവൻ വീട്ടിലേക്കാ പോയെ. അവന് വയ്യെന്നും പറഞ്ഞ് ഒന്ന് കിടക്കണമെന്ന് പറഞ്ഞാ പോയെ. അഭി, എന്നാൽ നമുക്ക് ഒട്ടും താമസിക്കണ്ട, അവൻ്റെ വീട്ടിലേക്ക് പോവാം. വാ. ശരിയാ, നമുക്ക് അങ്ങോട്ട് പോവാം. വാന്നില്ല. അഭി, നീ എവിടെ? നിന്നെ എവിടെല്ലാം നോക്കി? നീ എവിടെ പോയിരിക്കുക? പ്ലീസ് ഒന്നിന് മുന്നിൽ വാ അഭി, പ്ലീസ് അഭി. നമ്മൾ എവിടൊക്കെ നോക്കി അവൻ പോകാനിടയുള്ള എല്ലായിടത്തും പോയി. എന്നിട്ടും അഭി, നീല, എനിക്ക് പേടിയാവുന്നു. നമ്മുടെ അഭിക്ക് എന്തെങ്കിലും പറ്റിക്കാണോ? എനിക്കറിയില്ല മനു, എനിക്കറിയില്ല. അഭി, 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 നീ എവിടാ? അഭി. സൂര്യ, നിനക്കിപ്പോൾ സമാധാനമായി കാണുമല്ലോ. നീ ഒന്ന് ഓർത്തോ സൂര്യ. അഭിക്ക് വല്ലതും പറ്റിയ പിന്നെ ഞാൻ നിന്നെ ജീവനോട് വെച്ചേക്കില്ല.